വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്ന് എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ, എൻ്റെ കോ സിസ്റ്റർ നിഷേജി. എൻ്റെ റെസിപ്പീസ് പകുതിയും മുക്കാലും ആളുടെ റെസിപ്പീസിന് ഇൻസ്പയർഡാണ്. ഏതൊക്കെയാണെന്ന് എടുത്തു പറയാൻ പറ്റില്ല, കുറേ ഉണ്ട്, അത് കാരണം എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിഷേജിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിഷേജി എത്തി, ഇനി ഞങ്ങൾ തുടങ്ങാൻ പോകാം കേട്ടോ. ചേച്ചി എന്തൊക്കെയാണ് ചെയ്യണം? ഇന്ന് മഡ് പൈ ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ഓറഞ്ച് കേക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു സെൻറ്റർ ടേബിൾ, ക്രിസ്മസിനൊക്കെ സെൻറ്റർ ടേബിളിൽ ഒരു അറേഞ്ച്മെൻറ്റ്. താങ്ക് യു കേട്ടോ, ചില്ലറ പണിയല്ലെന്നറിയാം. താങ്ക് യു സോ മച്ച്. ആദ്യം തന്നെ പറഞ്ഞേക്കട്ടെ, ഒരു മിനിറ്റ് കേട്ടോ, ചേച്ചിയുടെ ലൂബിക്ക അച്ചാറൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. എൻ്റെ ഫേവറേറ്റാണ്, വീട്ടിലുണ്ടായതാണോ? നല്ല പുളിയായിരിക്കും, പക്ഷേ പുളി ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര നല്ല കേട്ടോ ചേച്ചി. മധുരം ഉണ്ടോ? ഇത്തിരി മധുരം ഇട്ടിട്ടുണ്ട്. ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ലാസ്റ്റ് കാണിക്കാം ചേച്ചിക്ക് ഗിഫ്റ്റായിട്ട്, റിട്ടേൺ ഗിഫ്റ്റായിട്ട്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ചേച്ചി ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? ആദ്യം നമ്മൾ അവൻ പ്രീഹീറ്റ് ചെയ്യണം 180 ഡിഗ്രിയിൽ. ഒരു മിനിറ്റ്, ഞാനൊന്ന് അതൊന്ന് സെറ്റ് ചെയ്യട്ടെ. പ്രീഹീറ്റ് ചെയ്തു. ചേച്ചി ഓറഞ്ച് ഞാൻ നാടൻ ഓറഞ്ചാണ് മേടിച്ചത്. അത് മതി, അത് മതി. മറ്റേ ഓസ്ട്രേലിയൻ വേണ്ട? വേണ്ട. ഓക്കെ. സ്കിൻ നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് സ്കിൻ പതുക്കെ പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഉള്ളിലത്തെ ആ വൈറ്റ് സ്കിൻ വരാനും പാടില്ല. അത് ഞാൻ ചെയ്തത്. എന്നിട്ട് ചെറിയ പീസാക്കിയിട്ട്. ഓക്കെ. സാധാരണ അപ്പോൾ ഗ്രേറ്റ് ചെയ്തല്ലേ എടുക്കാറ്? ഞാൻ എപ്പോഴും ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യാറ്. ഇതാണ് ഇച്ചിരിയും കൂടെ ടേസ്റ്റ്. അപ്പോൾ കടിക്കാനായിട്ട് കുറച്ച് പീസസ് അതിൻ്റെ ഉള്ളിൽ കാണും. ഓക്കെ. അത് നല്ല ഐഡിയ. നോക്കട്ടെ, ഇനി ഞാൻ ചെയ്യാം. ചേച്ചി അടുത്ത് ചെയ്തോ. ഇങ്ങനെ വൈറ്റ് വരാതെ സ്കിൻ മാത്രം എടുക്കണം അല്ലേ? ഓക്കെ. 2 ഓറഞ്ചിൻ്റെ അല്ലേ നമ്മളിപ്പോൾ ചെയ്യാൻ പോണ ക്വാണ്ടിറ്റി? അതായത് 2 ടേബിൾ സ്പൂൺ വേണം, അതാണ് അതിൻ്റെ മെഷർമെൻറ്റ്. ഇത് ഇത്രയും ചെറുതായിട്ട് അരിയണം അല്ലേ? അപ്പോൾ 250 ml 2 കപ്പ് മൈദ, പിന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഈ ബേക്കിംഗ് പൗഡർ എപ്പോഴും ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്തെടുക്കണം ചേച്ചി? ലെവൽ ചെയ്ത്, ഹീറ്റല്ല, ലെവൽ ചെയ്ത് അതുപോലെ കറക്റ്റ്, കുഴപ്പമില്ല. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് സ്റ്റർ ചെയ്യാനായിട്ട്, എന്നിട്ട് സീവ് ചെയ്യണം അല്ലേ? സീവ് ചെയ്തെടുക്കണം. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ചേച്ചി അന്ന് ഉണ്ടാക്കിയപ്പോൾ ഇല്ലേ? എനിക്ക് അതാണ്, പിന്നെ എനിക്കും പഠിക്കണം. പുഡിങ്സിലൊക്കെ ലെയർ ചെയ്യാൻ നല്ലതല്ലേ? നല്ല ഫ്ലേവർ ഓറഞ്ച്. അത് തന്നെ. ജോർജി നിഷാമനെ കണ്ടില്ലേ ചേച്ചി? നെക്സ്റ്റ് ഏതാ? നമുക്കത് പൗഡർ ഷുഗർ ഒന്ന് 3/4 കപ്പ് എടുക്കണം, സീവ് ചെയ്യണം. ഇപ്പം നമ്മൾ ചേച്ചി വീട്ടിൽ പൊടിപ്പിച്ചാൽ ശരിയാവോ? പഞ്ചസാര പൊടിച്ചാൽ പൗഡർ ഷുഗർ? അവര് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഇത്തിരിയും കൂടെ സ്മൂത്ത് ആയിരിക്കും ടെക്സ്ചർ വൈസ്. ഇതിപ്പോൾ ബേക്കേഴ്സിന് മേടിച്ച പൗഡർ ഷുഗർ. ഇനി 1 കപ്പ്, സെയിം കപ്പിൽ തന്നെ 1 കപ്പ് ബട്ടർ, അൺസോൾട്ടഡ് ബട്ടർ. ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ വേണ്ടേ ചേച്ചി? റൂം ടെമ്പറേച്ചറിൽ വേണം. പിന്നെ സാധാരണ ചോക്ലേറ്റ് കേക്കിന് ബീറ്റ് ചെയ്യാൻ അത്രയും ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് അങ്ങനെയൊന്നും ഇതിന് വേണ്ട. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ ഓറഞ്ച് റിൻറ്റും കൂടെ ഇട്ടിട്ട് ഷുഗർ, ഈ പൗഡേർഡ് ഷുഗറും ബട്ടറും ഓറഞ്ച് റിൻറ്റും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ബീറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഇതല്ലേ ചേച്ചി നേരത്തെ എടുത്തു വെക്കാൻ പറഞ്ഞ ഓറഞ്ച് റിൻറ്റ്? അതെ. ഇടട്ടെ ഞാൻ? 2 ടേബിൾ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് റിൻറ്റ് അരിഞ്ഞത്, ഗ്രേറ്റ് ചെയ്തല്ല, അരിഞ്ഞത്. എന്നിട്ട് നമുക്കിന്ന് ബീറ്റ് ചെയ്യണം. ഓക്കെ. 3 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് തന്നേക്കെ. ചേച്ചി എഗ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം അല്ലേ? ഇനി നമുക്ക് 2 കപ്സ് മൈദയും 2 ടീസ്പൂൺ നമ്മൾ ബേക്കിംഗ് പൗഡറും കൂടെ ഒന്നിച്ച് നമ്മൾ സീവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. അത് പതുക്കെ നമുക്ക് ഫോൾഡിങ് ചെയ്യണം. ചേച്ചി ബീറ്റർ വേണ്ട? ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എപ്പോഴും ചേർക്കുമ്പോൾ ബീറ്റർ വേണ്ട, കേക്ക് പൊങ്ങില്ല. ശരി. എപ്പോഴും നമ്മൾ ഫോൾഡിങ് ചെയ്യണം. അപ്പം മൈദ ആഡ് ചെയ്തിട്ട് സ്പാച്ചുല കൊണ്ട് ഇങ്ങനെ ഇതുപോലെ ചെയ്യണം അല്ലേ? പതുക്കെ ഫോൾഡിങ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒന്ന് ഒഴിച്ചോ നീത്തു. ഇനി ഈ 1/4 കപ്പ് നമ്മൾ ഓറഞ്ച് ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്ന അത് മിക്സിയിൽ നമ്മൾ അടിക്കല്ലേ, ഇതുപോലെ സിട്രസ് ജ്യൂസറിൽ തന്നെ ജ്യൂസ് ആക്കിയിട്ട് ഇങ്ങോട്ട് കുറച്ച് ഒഴിച്ചാൽ മതിയാ. ഒരു 1/4 കപ്പ് അല്ലേ? ഓക്കെ. ഇനി കുറച്ചായിട്ട് ഒഴിച്ചു. ഓക്കെ. അപ്പം 2 ബാച്ചായിട്ട് ചേച്ചി മൈദ ആഡ് ചെയ്തു. എന്നിട്ട് ഇനി വീണ്ടും സെയിം പ്രൊസീജിയർ നേരത്തെ ചെയ്ത പോലെ? അതെ. ഇനി അതും കൂടെ കുറച്ച് ഫുള്ള് ഒഴിക്കണ്ട. ചേച്ചി ബട്ടർ പേപ്പർ ലെയർ ചെയ്യണോ? വേണ്ട. ഇത് ഇങ്ങനെ
ഗ്രീസ് ചെയ്താൽ മതി ബട്ടർ വെച്ചിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കും. അത് നന്നായിട്ടാ. സാധനം എപ്പോഴും ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടാവില്ല. ഇത് ഭയങ്കര കട്ട് ചെയ്യാനും ഒന്നും പോട്ടെ. ബട്ടർ തേച്ചിട്ട് ഡസ്റ്റ് ചെയ്താൽ മതി. എക്സസ് മൈദ നമ്മൾ കൊട്ടി കളഞ്ഞാൽ മതി. ഡസ്റ്റ് ഇങ്ങനെ ബാക്കിയുള്ളത് സൈഡും ചെയ്യണ്ടേ? സൈഡും ചെയ്യണ്ടേ. നല്ലോണം കുഴപ്പമില്ല, മതിയോ? എന്നിട്ട് ഇതിലോട്ട് നന്നായിട്ടൊന്ന് കൊട്ടി കളഞ്ഞു. എല്ലാം കളയണം, ഞാൻ ഇടട്ടെ? ഇട്ടു. ചേച്ചി, ഈ പാത്രത്തിന്റെ മെഷർമെന്റ് നമ്മൾ പറഞ്ഞില്ല. ഇത് 9 ഇഞ്ച് റൗണ്ട് ടിന്നാണ്. പിന്നെ ഇതിന്റെ സൈഡ് ഹൈറ്റ് വേണമെങ്കിൽ 2.5 ഇഞ്ചസ്. മണ്ണിക്കൊക്കെ ഈ ബാറ്റർ തന്നെ കഴിക്കാൻ ഇഷ്ടം. ബാറ്റർ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ചേച്ചി, ഇത് ലെവൽ ചെയ്യണോ ഇനി? ഇനി ലെവൽ ചെയ്യണം. ചേച്ചി ചെയ്തോ. ഞാൻ ആ കേക്ക് ചെയ്ത പ്ലേറ്റ് ലെവലും ചെയ്തില്ല. ലെവൽ ചെയ്യുന്നതിനൊക്കെ വ്യത്യാസം വരും ഷേപ്പിൽ? ഷേപ്പിൽ വ്യത്യാസം വരും. ഈവനായിട്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പം അതുപോലെ ഈവൻ, അല്ലെങ്കിൽ നടുക്ക് ഇങ്ങനെ പൊന്തി പൊട്ടിയൊക്കെ കാണാറില്ല, അങ്ങനെയൊക്കെ വരും. അപ്പോൾ എപ്പോഴും ഏത് കേക്കിനാണെങ്കിലും ഇങ്ങനെ ഈവനായിട്ട് നമുക്ക് 40 to 50 മിനിറ്റ്സ് ഇത് 180 ഡിഗ്രിയിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒന്ന് നമുക്ക് ബേക്ക് ചെയ്യാം. ടൈം ചേച്ചി, ടൈം എത്ര നേരം? 40 to 50. 40 ഇട്ടാൽ മതി. 180 ചേച്ചി. ടെൻഡർ കോക്കനട്ട് ഷേക്ക്. വിശക്കണുണ്ടെങ്കിൽ പറയണേ, നമുക്ക് ലഞ്ച് കഴിക്കാം. നല്ലതായിട്ട് നീത്തു. മധുരം അത് ഇട്ടില്ല ചേച്ചിക്ക്, അത്ര ഇഷ്ടമില്ലാത്ത കാരണം മധുരം. ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കി മണം കൊള്ളാത്ത. ഇനി എന്താ നെക്സ്റ്റ്? കുറച്ച് നേരം ഒന്ന് ആറാൻ വെക്കണം നമ്മൾ. 5 മിനിറ്റ്സ്. 5 മിനിറ്റ്സ്. ചേച്ചി, ഹൗസ് 3:30 വരണേ. ഞാൻ ഹൗസിന്റെ റോസ്റ്റഡ് ചിക്കൻ ഭയങ്കര ഇഷ്ടമല്ല, ഞാൻ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പോട്ടർ ചെയ്യാം. സോസ് ഉണ്ടാക്കാനും ഈ കേക്കിൽ ഒഴിക്കാൻ. അപ്പൊ ഓറഞ്ച് കേക്കിന്റെ സോസിന് വേണ്ടിട്ട് ഒരു ഹാഫ് കപ്പ് അല്ലേ ചേച്ചി? ഹാഫ് കപ്പ് പൗഡേർഡ് ഷുഗർ. പുറത്തുനിന്ന് വാങ്ങിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലേ, പുറത്തുനിന്ന് മേടിക്കുന്ന പൗഡേർഡ് ഷുഗർ. ഹാഫ് കപ്പ് ഓറഞ്ച് ജ്യൂസ്. ഹാഫ് കപ്പ് നമ്മുടെ സിട്രസ് ജ്യൂസറിൽ ഉണ്ടാക്കിയ ഓറഞ്ച് ജ്യൂസ്. 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ. എന്നിട്ട് കത്തിക്കണം പാൻ. എല്ലാം കൂടി ഒന്ന് ബട്ടർ മെൽറ്റ് ആയാൽ മതി ചേച്ചി. ഇത്രയും മെൽറ്റ് ആയാൽ മതി. തിളക്കണം എന്നില്ലല്ലോ? ഇല്ല. നല്ല കേക്ക് സ്റ്റാൻഡ് ആണല്ലോ ചേച്ചി. ഇത് ഗുഡാപ്പിളിൽ നിന്ന് മേടിച്ചു. ചേച്ചി തന്നെ കൊണ്ടുവന്നിട്ടോ, കാരണം എൻ്റെ ഈ സൈസിന് പറ്റിയ കേക്ക് സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗുഡാപ്പിളിൽ നിന്നുള്ള കേക്ക് സ്റ്റാൻഡ്. ഇനി കേക്ക് സ്റ്റാൻഡിലോട്ട് എടുത്ത് വെക്കാം. തിരിച്ചു വെച്ചു. കാണാൻ നല്ലതായിട്ട് ചേച്ചി, കളറ് നല്ല രസമുണ്ട്. ഇപ്പം ഉണ്ടാക്കിയത് നല്ല ചൂടോട് കൂടി തന്നെ ഈ കേക്കിലോട്ട് നമുക്ക് ഒഴിക്കണം. അപ്പൊ കേക്കിന് ലൈറ്റായിട്ട് ചൂടുണ്ട്, എന്നിട്ട് ഈ സിറപ്പിനും ചൂടുണ്ട് അല്ലേ? ചൂടുണ്ട്. സൈഡിലും മേളിലും ഒക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ചേച്ചി, ഹൗസ് വരാൻ സമയമായില്ലേ? ഞാൻ കൊടുത്തു വിടാം. എന്തൊക്കെയാ ഇപ്പൊ? ഇതാ റോസ്റ്റ് ചിക്കൻ. ആൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള റോസ്റ്റ് ചിക്കൻ. ഇത് എന്റെ ഹാമ്പറിൽ നിശ്ചയിച്ച് കൊടുത്തിരുന്ന ഹാമ്പറിൽ വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ ഹാമ്പറിൽ നട്ടി പാൻ, ലൈം ആൻഡ് ജിഞ്ചർ കോൺസെൻട്രേറ്റ്, പിന്നെ നമ്മൾ ചീസ് ഡിപ്പിന്റെ വീഡിയോ ചെയ്തില്ലേ, അതിൽ ചെറിയ മാറ്റമൊക്കെ വരുത്തിയിട്ട് ഒരു ചീസ് ഡിപ്പ്, പ്രോൺ പിക്കിൾ. ഇത് ഈ അടുത്ത് കണ്ടുപിടിച്ച. ഇനി ബഗറ്റ്, ചിക്കൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബഗറ്റും കൂടി വെക്കണം, എന്നാലും ആൾക്ക് ലഞ്ച് കംപ്ലീറ്റ് ആവുള്ളൂ. ചേച്ചി, നെക്സ്റ്റ് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് 3 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ 1.5 കപ്പ് പൗഡേർഡ് ഷുഗർ, പിന്നെ നമ്മൾ ഓറഞ്ച് ജ്യൂസ് അതിൻ്റെ ആവശ്യം പോലെ നമ്മൾ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ബട്ടർ ചേച്ചി അൺസോൾട്ടഡ് ആണ്? അൺസോൾട്ടഡ്. 3 ടേബിൾ സ്പൂൺ. എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം യൂസ് ചെയ്യാൻ. അതാണ് ഞാൻ ആകെ പഠിച്ചേക്കണ കാര്യം ചേച്ചി. ഓക്കെ. ഐസിങ് ഷുഗർ 1.5 കപ്പ്. ഐസിങ് ഷുഗർ ചേച്ചി ബേക്കേഴ്സ് എന്നല്ലേ മേടിച്ചേ? ബാക്കിയുള്ള ഐസിങ് ഷുഗർ ഇടട്ടെ? എപ്പോഴും അരിച്ചിട്ട് വേണം കേട്ടോ ഐസിങ് ഷുഗർ ആഡ് ചെയ്യാനായിട്ട്. ഓറഞ്ച് ജ്യൂസിൽ മെയിൻ തിങ് ആണ് കേട്ടോ ചേച്ചി. നമ്മൾ മിക്സിയിൽ അടിക്കാൻ പാടില്ല ജ്യൂസ്. ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷെ ഞാൻ ഈ റെസിപ്പിയിൽ ഞാനാണെങ്കിൽ ചിലപ്പോൾ ജ്യൂസ് മിക്സിയിൽ അടിക്കും. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നത്. കയ്പ്പ് വരും, അതുകൊണ്ട് മറ്റേ ജ്യൂസറിൽ തന്നെ. ഓക്കെ. അല്ല, കുറച്ചുകൂടി ഓറഞ്ച് ജ്യൂസ് വേണം തോന്നുന്നു. ഇച്ചിരി കൂടി ഇട്ടു. ഇതിന്റെ കൺസിസ്റ്റൻസിയാ ചേച്ചി? കൺസിസ്റ്റൻസി നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസി. ഒരു ഡ്രോപ്പ് ഇട്ടു. ഇങ്ങനെ സ്മൂത്തൻ ചെയ്യണം എല്ലായിടത്തും. ഭയങ്കര സ്മൂത്തൊന്നും ആവണ്ട. നമ്മൾ അതിൻ്റെ മുകളിൽ ഓറഞ്ചൊക്കെ വെക്കണോണ്ടേ റഫ് ഒരു
ഐസിങ് കഴിഞ്ഞു, ഇനി പ്രസന്റേഷൻ. ഇതുപോലെ മറ്റേ സ്കിൻ റിമൂവ് ചെയ്തിട്ട് ലീവ്സ് എന്തെങ്കിലും വേണമായിരുന്നാ? നമുക്ക് ആ ലൈമിന്റെ ലീവ്സ് വെച്ചാലോ? കളർ കോമ്പിനേഷൻ നല്ല കഴിക്കാൻ തോന്നും. ക്രീം ആൻഡ് ഓറഞ്ചിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട്. എനിക്കിഷ്ടമാണ് ലൈമിന്റെയും ഓറഞ്ചിന്റെയും ഫ്ലേവർ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിപ്പോ ഇല്ലെങ്കിൽ നമ്മുടെ ചെറിയൊക്കെ ഇടവെക്കാലോ, നമ്മുടെ വീട്ടിലുണ്ടാവണ വേണേലും വെക്കും. ഇതിന് കോമ്പിനേഷൻ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ വെക്കും. കളർ കോമ്പിനേഷൻ എനിക്ക് പക്ഷേ ഈ റെഡ് വരണേക്കാൾ എനിക്ക് ഈ യെല്ലോ അങ്ങനത്തെ ഒരു തീമായി കാണാൻ ഇഷ്ടമായി. കുറച്ച് വ്യത്യാസം ഉണ്ടോ കളർ കോമ്പിനേഷൻ. ലൈം ലീവ്സ് നല്ലൊരു ഓപ്ഷനാണ് ഇത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ. കോമ്പിനേഷൻ വരുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അല്ല ഗ്രീനും കൂടി വന്നിട്ട് അല്ലേ? ചേച്ചി ഉണ്ടാക്കിയാണ് കാണിച്ചു. അപ്പോൾ ഓറഞ്ച് കേക്ക് വിത്ത് ബട്ടർ ഐസിങ് അത് കഴിഞ്ഞു. ഇനി അടുത്തത് നെക്സ്റ്റ് ചേച്ചിയുടെ എൻ്റെ ഫേവറേറ്റ് ഡെസേർട്ടാണ് കേട്ടോ, മഡ്പൈ അല്ലേ പേര്? മഡ്പൈ അല്ലേ? സാധനം കഴിച്ചെനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം നമ്മുടെ ചോക്കോബാറൊക്കെ കഴിക്കണ പോലെ അടിയിലൊരു ബിസ്ക്കറ്റ് ലെയർ ഉണ്ട്, ഇടയിൽ ഒരു ഐസ്ക്രീം ലെയർ, ചോക്ലേറ്റ് ഗനാഷ്. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. ജിജോനും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ഈ ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ്സ് ഒരു പാക്കറ്റ് നമ്മൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കോഴ്സായിട്ടൊന്ന് പൊടിച്ചാൽ മതി. ഭയങ്കര ഫൈൻ പൗഡർ ആക്കണ്ട. അതെനിക്കറിയാം, കാരണം ദീപയുടെ കൂടെ ചെയ്തപ്പോൾ ആളുടെ നട്ടി ബാറിൽ അടിയിലെ ബിസ്ക്കറ്റ് ആൾ ഇങ്ങനെ തന്നെ ചെയ്തത്. റോളർ കൊണ്ട് മിക്സിയിൽ അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകുന്നു. ഹൈഡ് ആൻഡ് സീക്ക് തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്? ചേച്ചി ഞാൻ ക്രഷ് ചെയ്ത് തരാം, ചേച്ചി അടുത്ത് ചെയ്തു. ഇങ്ങനെ ജസ്റ്റ് ഇതൊന്ന് ഗ്രീസ് ചെയ്തേക്കട്ടെ. ഇതിന് സോൾട്ടഡ് ബട്ടർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സോൾട്ടഡ് ബട്ടർ ആയാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല. ഇത് മിക്കവാറും സെറ്റായിട്ട് ചേച്ചിക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. പൊടിച്ചിട്ട് ബോളിലോട്ട് മാറ്റി. ഇത് ശരിക്കും ക്രിസ്മസിന് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി ആട്ടോ. കാരണം ഞാൻ ചേച്ചിയുടെ അടുത്ത് ഇത് പെർട്ടിക്കുലറി ഈ റെസിപ്പിയും വേണമെന്ന് പറഞ്ഞിട്ടാ. കുറച്ച് പാടുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്യാനുണ്ട് ചേച്ചിയുടെ. ബട്ട് പാടുണ്ടെങ്കിലും ഈ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഈസി ആയതുകൊണ്ടാണ് ക്രിസ്മസിന് ചെയ്യാനായിട്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഹണി. സാധാരണ ബട്ടറാണ് ഇട്ട് കണ്ടേക്കണേ. ഇത് ഹണിയാണ്, പക്ഷേ ഇത് ഒന്ന് കൈവച്ച് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ആൻഡ് ഹണിയാണ് ബോട്ടം ലെയർ. താഴെയും ഒന്ന് പ്രസ് ചെയ്യണം. നമ്മൾ സൈഡിലെല്ലാം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സൈഡിലോട്ട് ആയിട്ട് വെക്കണം ചേച്ചി ഡിഷിൻ്റെ. കുറച്ച് സൈഡിലോട്ടും വരണം. അത് എങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൈഡിലും നട്ട്സ് ഈ ബിസ്ക്കറ്റ് ആയിട്ട് വരുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് മൈക്രോവേവിൽ വെക്കും. നല്ലതായിട്ട് പ്രസ് ആവണം. അപ്പം നല്ല ലെയർ പോലെ വരും, അല്ലെങ്കിൽ ഇങ്ങനെ പൊടി പോലെ ആയിപ്പോകും. എന്നിട്ട് ഇതൊരു 20 സെക്കൻഡ്സ് മൈക്രോവേവ് ചെയ്യണം. അയ്യോ ചേച്ചി, നമ്മൾ സെറ്റ് ചെയ്ത മാത്രമല്ലേ മൈക്രോവേവിൽ കയറില്ല? അയ്യോ, എന്നാൽ അവനിൽ വെച്ചാൽ മതി. ഓക്കെ. കാരണം ഈ നമ്മളിപ്പോൾ മൈക്രോവേവിൽ ചൂടാക്കുകയാണെങ്കിൽ 20 സെക്കൻഡ്സ് അല്ലേ പറഞ്ഞത്? ഭയങ്കര ഈസി ആയിട്ട്. അപ്പോൾ അതിന് മൈക്രോവേവിൽ കയറണ സൈസ് ആയിട്ടുള്ള പാത്രം വേണം കേട്ടോ. ഇതിനങ്ങനെ ഭയങ്കര ഒരു കറക്റ്റ് മെഷർമെന്റ് ഒന്നും ഇല്ല. അപ്പൊ ഇതിപ്പോ ഞാൻ എന്റെ അവനിൽ വെക്കാൻ പോവാ. പ്രീ ഹീറ്റ് ബേക്കിൽ 20 സെക്കൻഡ്. അപ്പോൾ മൈക്രോവേവബിൾ പാത്രം എടുത്തിട്ട് നമ്മുടെ ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങാൻ മറക്കണ്ട, മഡ്പൈ ഉണ്ടാക്കാൻ തുടങ്ങാൻ. അപ്പോൾ 20 സെക്കൻഡ്സ് ബേക്ക് ചെയ്തു. 20 സെക്കൻഡ്സ് ആണ് കേട്ടോ, സമയം തെറ്റി പോരുത്. ചേച്ചി ഔസുവിനെ ഒന്ന് വിളിച്ചു തരുമെന്ന്. 3:30 ആളെത്തന്നെ സ്കൂളിൽ നിന്ന്. ഔസു, നീത്തുമായി ആ ചിക്കനും ഒരു ഹാമ്പർ അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്, ബ്ലാക്ക് ബോക്സ്. ചിക്കൻ ഉണ്ട് കേട്ടോ, പിന്നെ ചീസ് ഡിപ്പും ഉണ്ട് ആ ബെഗറ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ബൈ. അമ്മയുടെ വീഡിയോ ഈ അടുത്തൊന്നും കഴിയില്ല, കുറച്ച് സമയം കൂടി എടുക്കേ. ഓക്കെ കുട്ടാ, ബൈ. ഐസ്ക്രീം ചേച്ചി പറഞ്ഞ പോലെ ഞാൻ ഒരു 2 hours മുമ്പ് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മെൽറ്റ് ആയിട്ടല്ലേ, സ്പ്രെഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. അമുലിൻ്റെ ഐസ്ക്രീം, വാനില ഐസ്ക്രീം ആണ് കേട്ടോ ബെസ്റ്റ്. പക്ഷെ ഇത് ചോക്ലേറ്റ് ആണെങ്കിലും യൂസ് ചെയ്തൂടെ? ഏത് കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. ഇതിപ്പോൾ ലെയർ ഇച്ചിരി കൂടെ എടുത്ത് കാണും, വൈറ്റ് ലേയേഴ്സ് കാണും. ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് ഫില്ല് ചെയ്യാം. ഓ കൊള്ളാം. സ്ട്രോബെറിയും ചോക്ലേറ്റും നല്ല കോമ്പിനേഷനാണ്. ഐസ്ക്രീം ദേ ഇങ്ങനെ കേട്ടാ കുറച്ച് മെൽറ്റ് ആയിട്ടിരിക്കണം, അപ്പോഴാണ് നമുക്ക് ലെയർ ചെയ്യാൻ ഈസി. ചേച്ചി ലെയർ ചെയ്തോ. ഇതിപ്പോൾ 1 ലിറ്റർ അമുലിൻ്റെ ഐസ്ക്രീം എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ചേച്ചി പറഞ്ഞ പോലെ ക്വാണ്ടിറ്റിയിൽ അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ നിറഞ്ഞിരിക്കണം, ഓവറായിട്ട് നിറയും വേണ്ട പാത്രം. എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് ബിസ്ക്കറ്റ് ലെയർ നന്നായിട്ട് കവർ ചെയ്യണം. ചേച്ചി ഒരു ഡൗട്ട് ചോദിക്കണതിന് ആൾക്കാർ തന്നെ എപ്പോഴും ചീത്ത പറയാറുണ്ട്. പക്ഷേ ഇത് ഓരോന്ന് കാണുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് വരും. ഇതിപ്പോൾ നമ്മുടെ കസാട്ടെ ചെയ്യണമെങ്കിൽ 3 കളറിലുള്ള ഐസ്ക്രീം ഇല്ലേ, അത് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്യാൻ പറ്റും.
ബട്ട് ഇത് ഓരോ ഇതിപ്പോൾ മട്പൈ എന്ന് പറയുമ്പം ഇതാണ് ഇതിന്റെ ലെയേഴ്സ് വരുന്നത്. ഇടയ്ക്ക് വാനില ഐസ്ക്രീം, താഴെ ബിസ്ക്കറ്റ് ലെയർ, പിന്നെ മേളിൽ ഗനാഷ്. പിന്നെ കസാട്ട പോലെ ചെയ്യണമെങ്കിൽ ഓരോ കളറും നമ്മൾ സെറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്തിട്ട് അടുത്ത ലെയർ, അല്ലെങ്കിൽ അത് ഉള്ളിലോട്ട് പോകും. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഈ കസാട്ട എങ്ങനെയാണ് ആക്കണേന്ന്. അതുപോലെ നമുക്ക് സ്പഞ്ച് കേക്കും ചെയ്യാം. പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. സ്പഞ്ച് കേക്ക് ഇതിൽ ലെയർ ചെയ്യും. അല്ല, സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ടിന്നില് 3ആയിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട്, ഒന്ന് യെല്ലോ, ഒന്ന് പിങ്ക്, ഒന്ന് ഗ്രീൻ. അപ്പൊ ഓരോ ഇത് കഴിയുമ്പോ അടുത്തടുത്ത് ഇങ്ങനെ. ബട്ട് എല്ലാം കേക്കിന്റെ ലേയേഴ്സ്. പിന്നെ ഇത് ശരിയാണ്ട് നേരെ തന്നെ പിടിക്കണം, അപ്പൊ ലെയർ പോകും അല്ലെങ്കിൽ. എന്നിട്ട് ക്ലിം ഫിലിം കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു 8 hours അല്ലേ, നല്ലതായിട്ട് ഫ്രീസ് ചെയ്യാം. 8 hours മിനിമം വേണം, എന്നാലാണ് നല്ല ലേയേഴ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചേച്ചി പറഞ്ഞു തന്നാ ഞാനിപ്പോൾ പറയണമെന്നുള്ളൂ. അയ്യോ, വെക്കാൻ സ്ഥലമില്ല ചേച്ചി. ഒരു സെക്കൻഡ് കേട്ടോ, ഞങ്ങൾ അന്ന് ബർത്ത്ഡേക്ക് പോപ്പ് സ്റ്റിക്ക് ഉണ്ടാക്കി എടുക്കാൻ മറന്നുപോയി. പക്ഷേ ഒന്നും സെറ്റായില്ലായിരുന്നു. ഐ മീൻ സെറ്റായി, പക്ഷെ പുറത്തോട്ട് എടുക്കാൻ കിട്ടിയില്ല. ഇത് മാറ്റട്ടെ കേട്ടോ, എന്നിട്ട് ഫ്രിഡ്ജിൽ കയറുള്ളൂ. അന്നോട്ട് ഇരിക്കണതാ. ഇതെന്തായിരുന്നു ചേച്ചി, എന്താ പറ്റിയെന്ന് അറിയാം. എല്ലാവരും മീൻ കമന്റ്സിലൊക്കെ പറഞ്ഞു നമ്മുടെ നോർമൽ വാട്ടറിൽ മുക്കി വെച്ചാൽ മതി. ഞാൻ ഇതിൽ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ടപ്പർവെയറിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. നന്നായി ടപ്പർവെയർ എനിക്ക് തോന്നുന്നു അതിലാണ് നമ്മൾ ട്രൈ ചെയ്തത്. ആ ഓറഞ്ച് കളറിൽ ഇത് ജോർജിനെ കൊണ്ട് ബേക്കേഴ്സ് മേടിപ്പിച്ച. ബട്ട് അത് ശരിയായി. പുറത്ത് ഐസൊന്നും പറ്റില്ല. പുറത്ത് ഐസൊന്നും വരില്ല അല്ലേ. അപ്പൊ എപ്പോഴും ടപ്പർവെയറിന്റെ പോപ്പ് സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യാൻ നല്ലത് കേട്ടോ. ഇതെന്തായാലും വെള്ളത്തിൽ മുക്കി നോക്കും, നമുക്ക് എന്തായാലും നോക്കാം. എല്ലാവരും കമന്റ് ചെയ്തല്ലേ, നോക്കട്ടെ കേട്ടോ ശരിയാന്ന്. ഇനി 8 hours കഴിഞ്ഞിട്ട് ഈ ഡിഷ് കാണാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഗനാഷ് ഉണ്ടാക്കാം അല്ലേ. അപ്പൊ ഗനാഷ് ഉണ്ടാക്കാനായിട്ട് ചേച്ചി മെഷർമെന്റ് ഇതിപ്പോ 250 grams, കറക്റ്റ് ആയിട്ട് 250 grams ആണ്. ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് 250 gram. എന്നിട്ട് ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്യണം. ഇതിങ്ങനെ ഇളകണുണ്ട്. 250 ml ഫ്രഷ് ക്രീം ഗനാഷിന് വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഫ്രഷ് ക്രീം ഒന്ന് മൈക്രോവേവിൽ ഒന്ന് വാർം ചെയ്യണം. ഒരു 20 ചൂടായാൽ മതിയാ. 10 seconds 20 seconds. ഓക്കെ ചേച്ചി, ഇത് 20 സെക്കൻഡിൽ അത്ര എൻ്റെ മൈക്രോവേവിൻ്റെ ഇതായിരിക്കും. 20 സെക്കൻഡിൽ അത്രയും ചൂടായിട്ടില്ല. അപ്പോൾ ഒരു 20 seconds വെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ വാർം ചെയ്ത് വെച്ചേക്കുന്ന ഫ്രഷ് ക്രീം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് മേലോട്ട് ഒഴിക്കണം. ഇത്രയേ ഉള്ളൂ അല്ലേ ഈ ഗനാഷ്? ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഏറ്റവും ഈസി മെത്തേഡിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കുന്ന പല ടൈപ്പ് ഉണ്ട് ഗനാഷ്. ഇതിപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മൈക്രോവേവിൽ ചൂടാക്കി ഈ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യിപ്പിക്കണം. കുറച്ച് സമയം എടുക്കും നമ്മുടെ ഫ്രഷ് ക്രീമും ചോക്ലേറ്റ് കോമ്പൗണ്ടും കൂടി മെൽറ്റായി വരാൻ, ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ടും കൂടി മെൽറ്റായി വരാൻ. അപ്പോൾ അത്രയും നേരം വരെ മിക്സ് ചെയ്യണം അല്ലേ ചേച്ചി? റൂം ടെമ്പറേച്ചറിൽ ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പം നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് എടുക്കേണ്ടത്. ഇത് കണ്ടോ, ഒരു മീഡിയം ലെവൽ തിക്നെസ്. ശരിയാട്ടോ ചേച്ചി, ആ ക്രീമും കൂടി ആഡ് ചെയ്തപ്പോഴേ നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ വന്നു. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്യാൻ വെച്ച് ഐസ്ക്രീമിൽ മുകളിൽ ഒഴിക്കണം അല്ലേ ചേച്ചി? ഒഴിക്കണം. അത് 8 hours കഴിയുമ്പോൾ നന്നായിട്ട്. ഇതിപ്പോൾ സെറ്റായിട്ടില്ല, 8 hours ആയിട്ടില്ലല്ലോ നമ്മളിപ്പോൾ വെച്ചിട്ട്. നല്ലതായിട്ട് സെറ്റ് ആവണം. എന്നിട്ട് വേണം അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കാൻ. ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ നമ്മൾ അവസാനം കാണുള്ളായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, സെറ്റായിട്ടില്ല. സെറ്റായിട്ട് 8 hours കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മേലെ ഒഴിക്കാം. നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ശരിക്കും അതിൻ്റെ ഷേവിങ്സ് ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഇത് നമ്മൾ ഏറ്റവും മേളിൽ ഗാർണിഷ് ചെയ്യും. അപ്പോൾ ലെയറിങ് തെറ്റണ്ട. അടിയിൽ ബിസ്ക്കറ്റ്, മേലെ ഐസ്ക്രീം ആൻഡ് അതിൻ്റെ മേലെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ്, അതിൻ്റെ മേലെയാണ് നമ്മുടെ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഷേവിങ്സ്. നമ്മുടെ ഈ ചോക്ലേറ്റ് ഗനാഷ് തലേദിവസം ഉണ്ടാക്കി വെക്കണ ഈ ഗനാഷ് ഫ്രിഡ്ജിൽ വെക്കണം അല്ലേ, ക്ലിം ഫിലിം ഇട്ട് മൂടി. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ഈ ടോപ്പ് പാർട്ടിൽ കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ചേച്ചി നേരത്തെ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന കേട്ടോ. ബട്ട് ഇത് കുറച്ചുകൂടി സെറ്റ് ആവാനുണ്ട്. അത് കാരണം ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം. നെക്സ്റ്റ് ഞാൻ എപ്പോഴും അഡ്മയർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിട്ട് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചേച്ചി എപ്പോഴും ചെയ്ത് ഞങ്ങളുടെ തറവാട്ടിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഇനി അതാ ചെയ്യാൻ പോകുന്നത്. ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു സെൻറ്റർ ടേബിൾ അറേഞ്ച്മെൻറ്റ്, പക്ഷേ ഫ്രീ സ്റ്റൈലായിട്ട്. അത് ആദ്യം തന്നെ നമുക്ക് ഒയാസിസ് കട്ട് ചെയ്ത് ഇങ്ങനെ ഹൈറ്റ് നന്നായിട്ട് കുറയ്ക്കണം. ഇതിപ്പോൾ 1.5 inch ഉണ്ട്. ഇതിപ്പോൾ ദേ 2ആയിട്ട് നമ്മൾ മുറിച്ചിട്ട് ഇത് 2ആയിട്ട് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഹൈറ്റ് കുറയ്ക്കണം. അപ്പോൾ ഈ കട്ട് ചെയ്ത പീസസാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം.
ഇത് 1.5 ഇഞ്ച്, 2 എണ്ണം 1.5 ഇഞ്ചിന്റെ ഈ ഒരു സൈസ്. ആ രണ്ട് പീസായിട്ടാണ് ഇത് തന്നെ സെയിം ഇത് തന്നെ. എന്നിട്ട് നമ്മളിത് ഇതിലോട്ട് ഇത് വെള്ളത്തിലൊന്ന് കുറച്ച് ഒന്ന് കുതിർത്തിയിട്ട് ഇത് നല്ലോണം ഇതുപോലെ വെള്ളം നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നു. ചിലൊരു ബക്കറ്റിൽ മുക്കി വെക്കുമല്ലോ. അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഇത് ചെറിയൊരു ഇത്രയും ഡെപ്തല്ലേ ഉള്ളൂ. ഒത്തിരി സോഫ്റ്റായ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. ഓക്കെ, അപ്പൊ പൈപ്പിൽ നിന്ന് വെള്ളം ഒഴിച്ചാൽ മതി. ആദ്യം തന്നെ കുറച്ച് ലീവ്സ് നമുക്ക് വെറുതെ ഫ്രീ സ്റ്റൈല് പോലെ ചുമ്മാ ഇങ്ങനെ കുത്തി കൊടുക്കാം. നീത്തും ചെയ്തു. നീത്തും വെറുതെ ഇങ്ങനെ ഞാൻ പഠിക്കുമോ? ഇതെനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമായിട്ട്. കുഴപ്പമില്ല. സൈഡിൽ കുത്താം. സൈഡിൽ ഇതിന്റെ ഒപ്പം കുത്തണമെന്നുണ്ടോ? ഇല്ല അങ്ങനെയൊന്നുമില്ല. എവിടെ വേണേലും. കുക്കിംഗ് ആണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു. ഇതിനെപ്പറ്റി എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇത് എവർഗ്രീൻ അല്ലേ? നമ്മുടെ എവർഗ്രീൻ അല്ല. കാര്യം ഞാൻ ഫ്ലവർ ഷോപ്പിൽ പോയിട്ടേ ഞാൻ എപ്പോഴും ഓർക്കും, ബൊക്കെയൊക്കെ ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, ബട്ട് ചെയ്തു വരുമ്പോൾ അങ്ങനെ വരാറില്ല. അവർ ചെയ്താലും നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുമ്പോഴും ഭയങ്കര പാടാണ് ഒരു സാധനം ആ കറക്റ്റ് നമ്മുടെ മനസ്സിലുള്ള പോലെ കിട്ടാൻ. ബട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും നല്ലതാണോ അതെങ്ങനെയുണ്ടെന്നൊക്കെ. ബട്ട് ചെയ്യാറില്ല. ഫുൾ റൗണ്ടിൽ ചുറ്റണം. ഇതിൻ്റെ മുകളിൽ ഇതിപ്പോൾ നമ്മൾ താഴത്തെ ലെയർ വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ ലീവ്സ് ആണ് വെക്കുന്നത്. 2 or 3 എത്ര 3 ടൈപ്പ് ഓഫ് ലീവ്സ് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഫുൾ കവർ ചെയ്തു. സൈഡ് ഫുള്ള് 2 ടൈപ്പ് ലീവ്സ് കൊണ്ട് കവർ ചെയ്തു. ഇനി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ക്രിസാന്തമംസ്, ബട്ടൺ ക്രിസാന്തമംസ് ആണിത്. അത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുത്തി കൊടുക്കാം. റെഡാണ്. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ടേബിളിലോട്ട് കറക്റ്റാണ്. ഇതെങ്ങനെ നമ്മൾ ഹൈറ്റ് എങ്ങനെ തീരുമാനിക്കണേ ഈ പൂക്കളുടെ? ഇപ്പോൾ ഇത് കണ്ടോ ചേച്ചി, ഇതിങ്ങനെ ഇത് ഇത്ര മെഷർമെന്റ് ആണെങ്കിൽ അതിനേലും ഇത് നടുക്ക് നമ്മൾ കുറച്ച് പൊന്തി നിൽക്കണം. കുറച്ച് പൊന്തി നിൽക്കണം. പക്ഷേ ഇതിനേലും ഒത്തിരി ഹൈറ്റ് വരില്ല. എന്ന് വെച്ചാൽ നമ്മൾ ക്യാൻഡിൽസിൻ്റെ കൂടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാൻഡിൽസിൻ്റെ ഒരു ഹാഫ് ആ ലെങ്തിൽ നിന്ന് വേണം താഴോട്ട്. ഹാഫ് അല്ലെങ്കിൽ ഇച്ചിരി ഒരു അതിനേലും കുറച്ചും കൂടെ താഴെയായിട്ട്. മനസ്സിലായി. അപ്പോൾ ഇത് ഇത്തിരി താഴ്ത്തി വെക്കാം അല്ലേ? ക്യാൻഡിൽ ചേച്ചിക്ക് വെക്കാനുള്ളതല്ലേ? അതെ ചേച്ചി. ബോട്ടം ലെയറിൽ 2 ലീവ്സ്, മേലെ ഈ ക്രിസാന്തം, പിന്നെ ഈ ഫ്ലവർ. ഈ ഫ്ലവർ ഇത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു ഫ്രീ സ്റ്റൈല് പോലെ. ഇന്ന ഇതൊന്നൊന്നുമില്ല. ഒരു ഹൈറ്റും ഒരു നമ്മുടെ ഒരു കണക്കിന്. പിന്നെ സോറി, ക്യാൻഡിൽ ഇപ്പോൾ വെച്ച് നോക്കിയതാട്ടെ ഹൈറ്റിന് വേണ്ടിയിട്ട് അല്ലേ? അത് മാറ്റട്ടെ. എന്നിട്ട് ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്യാൻഡിൽ വെക്കാം. ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നമ്മുടെ ക്യാൻഡിൽ പ്ലേസ് ചെയ്യുന്നതിൻ്റെ ചുറ്റുമുള്ള ഗ്യാപ്പ് ഒന്ന് കവർ ചെയ്യാൻ ഇതുപോലത്തെ ഒരു ഫേണും കൂടെ ലീവ്സും കൂടെ വെച്ച് കൊടുക്കാം. നന്നായിട്ടുണ്ട് ചേച്ചി. നല്ല ചെയ്യാനും ഈസിയാണ്. ചെയ്യാനും ഈസിയാണ്. ഒന്നും ഇതിപ്പോൾ നമുക്ക് ഏത് കളർ കോമ്പിനേഷനിലും ചെയ്യാം. ഏത് വേണമെങ്കിലും ചെയ്യാം. ചേച്ചി ഇത് ഈ സെയിം സ്റ്റൈൽ തന്നെ വേറെ ഏതെങ്കിലും കളർ ഒന്ന് സജസ്റ്റ് ചെയ്യോ? ഇപ്പൊ എനിക്ക് ചെയ്യാനാണെങ്കിൽ സെന്റർ ടേബിളിൽ വെക്കാൻ ക്രിസ്മസിന്റെ കൂടെയാണ്. അല്ല ഇതൊന്നും ബന്ധമില്ല ചേച്ചിക്ക്. വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ നല്ലതായിട്ട് ക്രിസ്മസിന്റെ കൂടെ ക്രിസ്മസിനാണെങ്കിൽ ഗ്രീനും റെഡും ആണ് ഏറ്റവും നല്ലത്. ഹൈഡ്രാഞ്ചിയ. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്ന ബ്ലൂ ഒക്കെ അതിനേലും നല്ലത് എപ്പോഴും ഗ്രീനോ ഫുൾ ഗ്രീൻ ആണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, ഗ്രീനും റെഡും തന്നെയാണ് ക്രിസ്മസിന് നല്ലത്. പിന്നെ അല്ലെങ്കിൽ ഹൈഡ്രാഞ്ചിയ ഇപ്പൊ ബ്ലൂ കിട്ടുവാണെങ്കിൽ ബ്ലൂവും പേർപ്പിളൊക്കെ കിട്ടുവാണെങ്കിൽ വൈറ്റ് ഫ്ലവേഴ്സും കൂടെ വൈറ്റ് ക്രിസാന്തമൻ ബട്ടൺ ക്രിസാന്തമം കൂടെ ആയിട്ട് വെച്ചാലും നല്ലതായിരിക്കും. പക്ഷെ ക്രിസ്മസിന് എപ്പോഴും ഇങ്ങനെ ഒരു തീം കൊണ്ടുവന്നിട്ട് നമ്മളൊരു ചേഞ്ച് വരുത്താനായിട്ട് ക്യാൻഡിലിന്റെ കളറ് ഇച്ചിരി ഡിഫറെന്റ് ആക്കിയാൽ മതി. വൈറ്റ് അല്ലാതെ ഇപ്പൊ നമ്മൾ ലൈറ്റ് ബ്ലൂ നമ്മളിപ്പോ വെക്കാൻ പോണ പോലെ. അപ്പൊ ഒരു ചേഞ്ചായി, അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. അപ്പം ഈ വൈറ്റ് ഹൈഡ്രാഞ്ചിയ വെക്കണോ നോക്കി എങ്ങനെയാ നമ്മൾ ഡിസൈഡ് ചെയ്യാ ഒരു ഫ്ലവർ ഇതിലേക്ക് പോകുമെന്ന്? എനിക്ക് അതൊക്കെയാണ് സൈഡിൽ നിന്ന് അവിടെ ഫ്രണ്ടിൽ നിന്ന് ഒന്ന് വന്ന് നോക്കിയാൽ മതി. വൈറ്റ് വരുമ്പോൾ ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. ചേച്ചി നോക്കി, ഇത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ്. എനിക്ക് ഇത് ഇത്തിരി ഓവർ സൈസ് ആണോ എന്നറിയില്ല ഈ ബൊക്കയിലോട്ടേ. ഇത് വേണ്ടല്ലോ. അല്ല കളറ് ഇതിപ്പോ എനിക്ക് എന്തോ ഒരു ക്ലാസ് ആയിട്ട് തോന്നുന്നു. കളേഴ്സും ബ്ലെൻഡ് ചെയ്യണം. പിന്നെ എന്താന്ന് വെച്ചാൽ സൈസും ഒരുവിധം നമ്മൾ എല്ലാം കൂടെ ഒന്ന് മാച്ച് ചെയ്ത് പോകണം. ഇതിപ്പോ ഭയങ്കര ഓവർ സൈസ് കാര്യം. പൂ ഭയങ്കര ഫ്രഷ് ആണ്, ഭയങ്കര നല്ല. പക്ഷെ ഇതുമായിട്ട് മാച്ച് ചെയ്യും. ഇത് മാതാവിന് വെക്കാം. ക്യാൻഡിൽ നമ്മൾ നേരത്തെ പ്ലേസ് ചെയ്യാൻ നോക്കിയ സ്ഥലത്ത് തന്നെ നമ്മൾ ക്യാൻഡിൽ വെക്കണം. ഇതൊരു ലൈറ്റ് ബ്ലൂ ക്യാൻഡിൽ ആട്ടോ. ക്യാൻഡിലല്ലേ ചേച്ചി ഡിഫറൻസ് വരുത്താന്ന് പറഞ്ഞേ? ഇപ്പൊ വൈറ്റ് വെക്കാം, ക്രീം ഓഫ് വൈറ്റ് വെക്കാം, ഗോൾഡ് വെക്കാം. അപ്പൊ മൊത്തത്തിൽ മാറിയില്ലേ? മെറൂൺ തന്നെ വെക്കാം. ശരിയാട്ടാ ചേച്ചി പറഞ്ഞ ശരി. ഇപ്പൊ ഞാൻ മെറൂൺ ക്യാൻഡിലായിട്ട് ചിന്തിച്ചിട്ട് തന്നെ ഓവറോൾ ലുക്ക് മാറും. ശരിയാ, നന്നായിട്ടുണ്ട് ചേച്ചി. കോമ്പിനേഷനും നല്ല. എന്റെ ടേബിളിലോട്ട് ഈ സൈസ് കറക്റ്റാ. കുറച്ച് ഇതിപ്പോ രാത്രിയൊക്കെയാണ് ക്രിസ്മസിന്റെ വല്ല ഗാദറിംഗ് ഉണ്ടെങ്കിൽ അപ്പൊ ഈ ക്യാൻഡിൽസും കൂടെ ലൈറ്റ് ചെയ്താൽ നന്നായിട്ടിരുന്നുള്ളൂ. താങ്ക് യു ചേച്ചി. ഇത് ഇനി പ്ലേസ് ചെയ്യട്ടെ. ലാസ്റ്റ് നമുക്ക് ക്യാൻഡിൽ ലൈറ്റ്.
നല്ല ഭംഗിയുണ്ട് ചേച്ചി. കളർ കോമ്പിനേഷൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഈ ലൈറ്റ് ബ്ലൂവും ഈ മെറൂണും കൂടി വന്നിട്ടേ ഇത് ഇത്തിരി കൂടി ഫോമൽ. ക്യാൻഡിൽ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ക്യാൻഡിലെ കളറിലാണ് വ്യത്യാസം, ഒരു ചേഞ്ച് വരുന്നത്. ഇതിപ്പോ ഗോൾഡ് കുത്തിയാൽ കുറെ കൂടെ ഫോമൽ. ഇങ്ങനത്തെ ഇതിന്റെ കൂടെ ശരിക്കും വൈറ്റ് ഒന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ ഇച്ചിരിയും കൂടെ ന്യൂട്രൽ കളേഴ്സ് യൂസ് ചെയ്താൽ ഇച്ചിരിയും കൂടെ നന്നായിട്ട് വരും. ശരിയാ, താങ്ക് യു. ഇനി ആ കേക്ക് എടുത്ത് വെക്കട്ടെ. കൊള്ളാം, വെരി നൈസ് ചേച്ചി. മട്പൈ ഞാൻ രാവിലെ കാണിക്കാം കേട്ടോ. അതിപ്പോൾ സെറ്റായിട്ട് ഞാൻ ലെയർ ചെയ്ത് കാണിക്കാം. കേക്ക് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല ടേസ്റ്റ്, നല്ല ടെക്സ്ചർ ആക്ച്വലി. കേക്കിൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലോ. ജിജോ അതിനൊന്ന് ടേസ്റ്റ് ചെയ്യോ? ഞാൻ കടിച്ചാ കുഴപ്പമില്ലല്ലോ. ചേച്ചി രാവിലെ വന്നിട്ട് ഇപ്പോഴാണ് തീർന്നോട്ടെ. നല്ലതാണ് ജിജോ, ഇത് ശരിക്കും നല്ല ചേച്ചി. അപ്പോൾ 8 hours കഴിഞ്ഞു. ഇനി സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി മുകളിൽ ഗനാഷ് ഒഴിക്കണം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള ഗനാഷ് വേണം. അപ്പോൾ ഞാനൊരു 2 hours മുമ്പ് പുറത്ത് വെച്ചു ഗനാഷ്. ഇനി മുകളിൽ ഒഴിക്കണം. ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. ഗനാഷ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് പിന്നെ രാവിലെ ഞാൻ പുറത്ത് വെച്ചു. റൂം ടെമ്പറേച്ചറിലായി. ഇനി മിക്സ് ചെയ്തിട്ട് മുകളിൽ ലെയർ ചെയ്യാം. ഇനി ടോപ്പ് ലെയറായിട്ട് ഷേവ്ഡ് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ഗനാഷിന് യൂസ് ചെയ്ത അത് തന്നെ ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്യാം. ഒരുപാട് വേണ്ട, അങ്ങനെയാണ് ചേച്ചി പറഞ്ഞത്. ലൈറ്റായിട്ട് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. 10 to 20 minutes എടുക്കുമായിരിക്കും കേട്ടോ ഒന്ന് സെറ്റ് ആവാനായിട്ട് ഈ ഗനാഷ്. ഇനി മട്പൈ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. യെസ്, പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്രിസ്മസിന് പെർഫെക്റ്റ് ആണ് ഈ ഡിഷ്. ബട്ട് അതിന് മുമ്പ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. മസ്റ്റ് ട്രൈ ആട്ടോ. ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല, താങ്ക് യു പറയാനായിട്ട്. ബട്ട് എക്സലൻറ്റ് ഡിഷ്, പറയാണ്ടിരിക്കാൻ വയ്യത്. ചോക്ലേറ്റ് ലവേഴ്സിനും ഇഷ്ടം, വനില ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടം, ആൻഡ് ബിസ്ക്കറ്റ് ലെയറും ഉണ്ട് അത് തന്നെ. അപ്പോൾ ക്രിസ്മസിന് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഡിഫറെൻറ്റ് ഡിഷസ് ട്രൈ ചെയ്യുക. എൻ്റെ അല്ലെങ്കിലും ആരുടെ ആണെങ്കിലും ഡിഫറെൻറ്റ് ഡിഷസ് ട്രൈ ചെയ്യുക. ബൈ.